ഗുഡ് മോർണിംഗ് മിനി ചേച്ചി. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? മിനി ചേച്ചി, പിന്നെ ഞാൻ പല്ല് തേക്കുമ്പോൾ എൻ്റെ പല്ലിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൗത്ത് അൾസർ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് പറയൂ. മോളെ, ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ആണെന്ന് എനിക്ക് തോന്നുന്നത്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു വൈറ്റമിനാണ്. ഇത് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. ഓർമ്മയില്ലേ, കൊറോണ ടൈമിലൊക്കെ എല്ലാ പേഷ്യൻസിനും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഫുഡ് കഴിക്കണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. ഇത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് മാത്രം നമുക്ക് അബ്സോർബ് ചെയ്യത്തേ ഉള്ളൂ. നമ്മളിപ്പം വൈറ്റമിൻ സി അടങ്ങിയ കുറച്ച് ഫുഡ് കഴിക്കുക. അപ്പം മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നെന്നല്ലേ പറഞ്ഞത്. ഇത് പണ്ട് നമുക്ക് ഇങ്ങനൊരു രോഗം ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് ഈ കപ്പലിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വൈറ്റമിൻ്റെ കുറവുകൾ ഉണ്ടായിട്ട് ഇങ്ങനൊരു മോണ രോഗങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെയാണ് വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കാം എന്നുള്ളൊരു രീതിയിലൊക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തത്. ഇപ്പം ഇതിനകത്ത് മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മൾ കഴിക്കേണ്ട കുറച്ച് ഫുഡ് ഞാൻ പറഞ്ഞുതരാം. പേരയ്ക്ക, കിവി, സ്ട്രോബെറി, ബ്രോക്കോളി, അതേപോലെ ഓറഞ്ച്, നാരങ്ങ, ഇത് നമ്മുടെ ശരീരത്തിലോട്ട് കുറച്ച് നമ്മൾ ഡെയിലി ഫുഡിൽ ഇൻവോൾവ് ആക്കിയാൽ മതി. കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനൂടെ അത് പോകും. നമ്മുടെ ശരീരം എത്ര കൂടുതൽ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നത് മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ കൊളാജിൻ്റെ ഫങ്ഷനും അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഫങ്ഷന്, അയണിന് ഒക്കെ അബ്സോർപ്ഷന് വേണ്ടി വൈറ്റമിൻ സിയും കൂടെ കഴിച്ചാൽ മാത്രമേ ഇതെല്ലാം നമ്മുടെ ശരീരത്തോട്ട് അബ്സോർബ് ചെയ്യത്തുള്ളൂ.